started applying laser onto my left kidney, and for creating water retention to make my face look so fat, and I have all the evidence that I am having only elephant foot yam. Actually, even today I bought elephant foot yam and even watermelon. Today I went to the temple and I had a little rice, very little rice, and people, those who see, they will come to know how much I bought. And I have seen people buying twice, thrice, and the amount how they are having, and I am the only person who had very little actually rice. Okay, this is the truth actually. And now I will tell you something. പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നത് എൻ്റെ ഒരു സിസ്റ്റർ എന്ന് പറയുന്ന കള്ളിയുണ്ട്, മുതുകള്ളിയാണ് അവൾ. അപ്പോൾ എന്നെ സ്കേപ്പ് കോട്ടാക്കിയിട്ട് ഈ ബിജു പിക്കും ഇവക്കും കൂടെ എന്നെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവൻ ബിജു പി ആദ്യം എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കല്യാണം എന്ന് പറയുന്നത് പ്രീത എസ് പണിക്കറും ബിജു പിയും കൂടെ കല്യാണം കഴിക്കാനായിരുന്നു പ്ലാൻ. മനസ്സിലായില്ലേ? അപ്പം എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് എന്നെ വകവരുത്തുക, എന്നെ റെഡിയാക്കിയിട്ട് ഇവനും കൂടെ കല്യാണം കഴിക്കാം. അപ്പം ഒരു 4-5 വർഷത്തെ പീരീഡിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വരുത്തി കല്യാണം കഴിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം മുഴുവൻ. അങ്ങനെ അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളയുക എന്നൊക്കെയുള്ളതായിരുന്നു ബിജു പിയുടെ ഉദ്ദേശം. അപ്പോൾ അവൻ ആദ്യ ദിവസം തന്നെ അതിൻ്റെ അടവൊക്കെ എടുത്ത് നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെന്നൊക്കെ. അപ്പം നമ്മളതൊക്കെ ഇഗ്നോർ ചെയ്തു. നമ്മളത് ഇവനെന്തോ പ്രാന്താണെന്ന് വെച്ചു. ഇങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ചോദിക്കുന്നവന് മെൻ്റൽ പ്രോബ്ലം ആണെന്നാണ് ചിലർ പറയുന്നത്. അങ്ങനെ എന്താ വെച്ചാൽ സംശയരോഗം, അതാണ്. അത് മനസ്സിലായില്ലേ? അവനാണ് സംശയരോഗി. അപ്പം അതൊരു മാനസിക രോഗമാണെന്നാണ് പറയുന്നത്, ഈ സംശയരോഗം. മനസ്സിലായോ? അപ്പോൾ ഇവനാണ് യഥാർത്ഥത്തിൽ മാനസിക രോഗമുണ്ട്. ഇവൻ്റെ വീട്ടിൽ ഒത്തിരി പേർക്ക് മാനസിക രോഗമുണ്ട്. പിന്നെ ഇവന് ഈ ടെൻഷൻ ടിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ഇവനെ കണ്ടാലറിയാം, ഇവനങ്ങ് ഭയങ്കരമായിട്ട് കഴുത്തിങ്ങനെ പിരിക്കുകയും പിന്നെ തോളിട്ടിങ്ങനെ ഷോൾഡേഴ്സ് ഇങ്ങനെ ഷ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഇവനുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്ടർ എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവൻ മാനസിക രോഗിയാണെന്ന് എന്നോട് പറഞ്ഞു തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളിൽ എന്തോ ടെൻഷനുണ്ട്, അതാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടെൻഷൻ എന്താണെന്നുള്ളതിൻ്റെ കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഉദ്ദേശം മുഴുവൻ അവളെ കെട്ടണം, ഇവക്കും അങ്ങനെയുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരമാണ് എന്നെ കെട്ടിയത്. എൻ്റെ അമ്മ വീട്ടുകാരും കുറേ ആൾക്കാരും കൂടെയാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശക്കാരെല്ലാം. അവിടെ പേരെന്ന് പറയുന്ന ഒരു വള്ളിക്കോട് ശാന്ത, പിന്നെ ജലജ, ലീല, അങ്ങനെ കുറേ എണ്ണമുണ്ട്. കൗസല്യക്ക് അറിയത്തില്ല, ജയ, ഇങ്ങനെ കുറേ പേർക്ക് ഇതെല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ട് രാജമ്മ. അപ്പോൾ ഇവളുമാർക്കൊക്കെ അറിയാം. എൻ്റെ അമ്മയുടെ കാര്യം എനിക്ക് എന്തോ ആണെന്ന് അറിയത്തില്ല, കുറച്ചൊക്കെ എന്നോട് ഭയങ്കര എതിരാണ്, അതെനിക്കറിയാം. അപ്പോൾ ഇവളുമാർക്ക് എല്ലാം എന്നെ ഇതുപോലെ ഇവനെ കൊണ്ട് ബന്ധം ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ കൊന്നുകളയുക, അതായിരുന്നു ഉദ്ദേശം. സ്ലോ ആക്ടിങ് പോയിസൺ തന്ന് കൊന്നുകളയുക. അപ്പോൾ ഇവൻ ഒത്തിരി എനിക്ക് തന്നിട്ടുണ്ടെന്ന് അവിടുത്തെ അയൽക്കാരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇവർ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല കാര്യങ്ങൾ. അങ്ങനെ ഇവനങ്ങ് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. മനസ്സിലായില്ലേ? എന്നെയോട്ട് കൊല്ലാനും പറ്റുന്നില്ല,